ക്ലോസ് ആക്കി മൈല്. എന്റെ പഴയ ഹേറ്റേഴ്സ് എല്ലാം എന്റെ ഫാൻസ് ആയി ഇപ്പം. അതുകൊണ്ട് നമുക്ക് പുതിയ ഹേറ്റേഴ്സിനെ വേണം. ഡിസ്കോഡ് നോക്കിട്ട് എന്തെങ്കിലും പോക്കത്തിലൊക്കെ പറയാം. വാ പിന്നെ സ്ക്രിപ്റ്റ് എന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഇന്നത്തെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് വാ അടുത്ത്. എടാ ഞാൻ പുതിയ കളിയൊന്നും കണ്ടില്ല കഴിച്ചു. നിങ്ങൾ കണ്ടോ കളിയൊക്കെ? ഞാൻ കണ്ടില്ല. സത്യം പറയാലോ, ഓസ്ട്രേലിയ സീരീസ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഇന്ത്യ ജയിച്ചോ തോറ്റോ? തോറ്റു 2-1. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ്, ഇവർ രണ്ടുപേരുടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 90s കിഡ്സിന്റെ കൊച്ചിലെ തൊട്ടാർന്ന് എല്ലാരും പോവല്ലേ? ഇവരോടല്ല ഉള്ളു ഇനി ബാക്കി? രോഹിത്തും വിരാടോടല്ല ബാക്കിയുള്ളൂ? ജഡേജ ഉണ്ടല്ലേ? ജഡേജ ഉണ്ടോ? ജഡേജ എയർലി 2K 90s എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഹീറോസ് ആയിട്ടുള്ള നമ്മൾ കണ്ടു വളർന്നിരുന്ന കളിക്കാരെല്ലാം പോവാ. അയ്യോ ആലോചിക്കുമ്പോ തന്നെ സൂര്യകുമാർ അതൊക്കെ കുറച്ചും കൂടി മുമ്പിലാടാ, നമ്മുടെ കൊച്ചിയിലൊന്നും അല്ല. എനിക്ക് ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ, എനിക്ക് ഇന്ത്യ ഇട്ടതിലെ ഏറ്റവും വൃത്തികെട്ട ജേഴ്സി എന്ന് തോന്നിയത് ഇതാണ്. സത്യം പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജേഴ്സി ഇതാണ്. ബാക്കി എല്ലാ ജേഴ്സി അടിപൊളിയായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്. ഈ ജേഴ്സി ഇതൊരു അപ്പി ജേഴ്സി ചെയ്തൊരു പറയാതിരിക്കാൻ വയ്യ. അണ്ണ സിറ്റി കയറുന്നത് നിർത്തിയല്ലേ? എന്ത് പറ്റി? എനിക്കൊരു അർജന്റ് ഒരു കാര്യം പറയാനുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ലെന്ന് നമുക്ക് നാലുപേര് മാത്രം. കട്ടില് മാത്രമേ ഉള്ളൂ. അവിടെ സംസാരിക്കല്ലോ, അവിടെ സംസാരിക്കാം. അല്ല ഇനിയിപ്പം എനിക്കൊരു അർജന്റ് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അമ്മ പ്രയത്നങ്ങളൊക്കെ ഗാംഭീര്യത്തിൽ സംസാരിക്കണേ. Messi or Cristiano Ronaldo? Messi is more of my type. ഇതൊക്കെ പ്രശ്നമാണ്. ക്ലബിലൊക്കെ ഇരുന്ന് കാണുന്ന പിള്ളേരുണ്ട് കേട്ടോ ലൈവ് ടിവിയില്. അവരിപ്പോ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ അടി നടക്കുക. ഇവിടുത്തെ ഇതിന് പേര് ക്ലബിൽ ഇരുന്ന് ലൈവ് കണ്ടോണ്ടിരുന്ന ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് സംഘം തിരിഞ്ഞ് അടിയായി. It's just a normal room. ഇതേപോലെ ഒരു റൂം ഉണ്ടാക്കേണ്ടത് ബാക്കിയുണ്ടല്ലോ. സത്യളിയാ, ഇതുപോലെ ഒരു റൂം ഉണ്ടാക്കണം. രാജ മാത്രം വാങ്ങിച്ചാ പോരാ, ചെറുത്. പാടുവാണോ ഇത്? ചൂടേ തലോടാൻ വരണേ, മിഴിയിലെ നീരെ കഴുകേണേ മുറിവുകളെ. അല്ലാഹു അഅലം കുല്ലും ജഹറഖിലം സിറഖിലം ജന്നാത്ത് ജഹന്നമാലം ഇഹലോക ജഗന്നമ
ഏത് പാട്ടാ കഴിച്ചത്? എന്ത് രസമുണ്ട് കേൾക്കാൻ. കഴിച്ചത് ഏത് പാട്ടാണെന്ന് പറഞ്ഞു തരുമോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ? ഈ പാട്ട് സിനിമ പാട്ടല്ലെന്ന് തോന്നടാ ഇത്. ഇത് ഒറിജിനൽ ആണ്. എനിക്കറിഞ്ഞൂടാ, പുള്ളി പാടിയതാണ്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഡിലേ ഉണ്ട്, അത് കണ്ടാ? എന്താ പെരുമാണി ഫിലിമോ? പെരുമാണി മൂവീസോ ആണോ? കിടിലം കേട്ടോ, കിടിലം. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് തിരിച്ചു വരണം. മാക്രി ഗോപാലൻ പണ്ട് ട്രോളൊക്കെ ചെയ്തോണ്ടിരുന്നൊരു പുള്ളിയാ. ഓർമ്മയുണ്ടോ? നീ തിരിച്ചു വരണം. When I go, I hope they cover my grave with roses. When I die, I just want to be buried with friends. With friends? Or with family? I don't think it matters more than that. What about you, Arthur? Me? I don't care about that nonsense. Come on. Face me to the west so I can watch the setting sun and remember all the fine times we had that way. See, Tilly? I told you Arthur had a soul. സ്പോയിലർ നമ്മൾ കളിച്ചു തീർത്തല്ലോ ഓൾറെഡി. ഇനിയിപ്പോ എന്ത്? ഇതാരാ? റിച്ച് ഷമീം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 മെമ്പർഷിപ്പ്. അത് 5 അല്ല, അത് 10 മെമ്പർഷിപ്പാ. ഈ വീക്ക് 2x ആണ്. അത് 10 മെമ്പർഷിപ്പാ അത്. താങ്ക് യു സോ മച്ച് ഷമീം ബ്രോ, താങ്ക് യു സോ മച്ച് വിൻസലോട്ട്. വെൽക്കം ടു സ്ട്രീം. മെറസലായിട്ടും തെലുഗു വർഷം. తప్పి పోతా ఉందా బేజారాయి చూతా ఉన్నా నిన్న ఇష్టాల లేకుండా మరగా పెట్టావే గుండె నీళ్ళకుండా. തെറ്റാണോ അതോ? അതങ്ങനെയാ. എനിക്കിപ്പോ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. തെലുങ്ക് ആൾക്കാരുടെ അവിടെ നിന്ന് വെട്ടൊന്നും മേടിച്ചിട്ട് നാളെ വീടിന്റെ ഫ്രണ്ടിൽ മറ്റേ വടിവാളൊക്കെ ആയിട്ട് 2 പിക്കപ്പ് ഒക്കെ വരുന്നത് എനിക്ക് വയ്യ. എനിക്കിങ്ങനെ പാരന്റും വള്ളിയൊന്നും എടുക്കാൻ വയ്യ. പലരും പല കാര്യങ്ങളാണ് ഇയാളെ പറ്റി പറയുന്നത്. ഇവനെ വളർത്താൻ എന്താ ഒരു വഴി? വളർത്താൻ പറ്റില്ല. இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? സ്ക്രീനിൽ പോലും കാണിക്കണ്ട, ഒരു ശബ്ദം മാത്രം കേട്ടാ മതി. എന്റെ അമ്മ, ആ സൗണ്ട് മാത്രം കേട്ടാ മതി അല്ലേ? എന്റെ ആളിയ വിഷയം. അപ്പൊ മച്ചാനെ നിനക്കില്ലാടാ 2 മക്കള്. എന്താ സംഭവം? വേറൊന്നുമില്ല ചങ്കുകളെ. MRCS തകരണം. MRCS ആരാണ്? കൊല്ലണവനെ. അതാണ് ചാതേക്ക MRCS എടുത്ത് താഴ്ത്തണം. എന്നിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേറണം. ഇത് ലോകം മൊത്തം ചർച്ചയാണോ? എന്റെ പൊടിടാവ് ഇതോടുകൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ നിർത്തിയാണ്. അപ്പൊ എനിക്ക് എന്റെ ഉപ്പാനോട് എനിക്ക് ഇവിടെ പോവാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്റെ ഫാമിലിയുടെ പുറത്ത് വന്നത് ആരോ 2 ആൾക്കാർ വന്ന് ഇവിടെ ഹാമറിട്ട് അടിച്ച് പൊട്ടിച്ച്. ഇതുവരെ പൊട്ടിച്ചില്ല, ഇത് പൊട്ടിക്കും എന്തായാലും. എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഇടില്ല, ഒന്നുമില്ല, കാണലില്ല, സംസാരിക്കില്ല. 6 hours later. ചങ്കുകളെ ഈ അയ്യോ, എന്തൊക്കെ നടക്കുന്നടേ. പ്രശ്നം നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ചെക്കനെ ആരാണ് അടിച്ചത്? ആരടിച്ചിട്ടാണെങ്കിലും ഓന്റെ പണ്ടം ഞാൻ പുറത്തിറക്കും. ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്തൊരു കാക്കയാണ്. 1000 രൂപ പോയാലെന്തുവാ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ.
അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും. വാപ്പ ചുമ്മാ ഇരിടാ. അല്ല, വാപ്പ ഉണ്ടോ? വാപ്പ ഉമ്മ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടെന്ന്. എന്നാ പിന്നെ വിളി. എന്തേ ആളെന്ത് തീർന്നാ? ദുബായിൽ. ചുമ്മാ ഇരിടാ. നിന്റെ വാപ്പ എന്നാ അത്? ഫാമിലി മൊത്തം ഫ്രോഡാണ്. വാപ്പ ഉണ്ട്. 10-15 രൂപ കൊടുത്ത വാപ്പ വരൂ. എനിക്കൊരു 5000 എടുത്താ ഞാൻ വാപ്പാനെ 2 തെറ്റി തരാം. പിന്നെ അങ്ങനെ ചെയ്യാം. കട്ട് ചെയ്ത് 2 hours later. നമസ്കാരം ചങ്കളെ. ഈ ചക്കന്റെ വണ്ടി ചക്കന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചമാരെ നമുക്ക് കിട്ടിയിരിക്കണം. ഓന്റെ വീടിന്റെ അവസ്ഥ, ഓന്റെ 2ാമത്തെ വാപ്പ കിടപ്പിലാണ്, 1ാമത്തെ വാപ്പ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് അവനെ റിവീൽ ചെയ്യേണ്ട. നിങ്ങൾക്കില്ലടാ മക്കളെ. ഞാനപ്പോ പറഞ്ഞുതരാം. ഞാനും എന്റെ ഫാമിലിയും കൂടി നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ കാറില് അപ്പൊ പെട്ടെന്ന് ഷാജാനൊക്കെ വിളിച്ചിട്ട് ഒരു 5000 രൂപ തരാന്ന് പറഞ്ഞ. ഹലോ സോറി, കട്ടേ. എന്താണ് നീ? പിന്നെ ഞമ്മക്കോനെ കിട്ടിയേക്കണ്. ഷാജാൻക പിടിക്കുമ്പം തൊലിച്ചോണ്ടിരിക്കരുത്, പറയണം ഷാജാൻക മാസിക്ക. ഞമ്മള് ലാസ്റ്റത്തെ വീഡിയോയിൽ അത് കാണിക്കും. എന്നെ എല്ലാരും തലങ്ങും വിലങ്ങും ഊക്കുന്നു. എന്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു തൊലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ മരത്തിന്ന് വല്ലോ ഊർന്നിറങ്ങാന്ന്. നിങ്ങള് കേക്കത്തില്ല. ചിലക്കേണ്ടായിട്ട് നായേ, വല്ല വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നാ മതിയായിരുന്നു. ഞാനൊന്ന് പെടഞ്ഞ് വീണ് നോക്കട്ടെ കാക്ക. നീ ഒന്ന് പെടഞ്ഞ. എന്ത് സാധനമല്ലേ അത്? എന്റെ അമ്മോ, വിഷയം നിങ്ങള് കേട്ടാ പറയാതിരിക്കാൻ വയ്യ. എല്ലാം പോട്ടെ, ഞാൻ ആ വീഡിയോക്കകത്ത് പറയണതാ. എല്ലാം പോട്ടെ, ഈ ഫെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മയുണ്ടല്ലോ എന്റെ അമ്മോ, ആലോചിക്ക. ഇതൊക്കെ പോട്ടെ, തമാശയെല്ലാം കഴിഞ്ഞ് ആൾക്കാരിപ്പോ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, മനസ്സിലായ? സ്ക്രിപ്റ്റ് ഇത് നിങ്ങളോടൊക്കെ എനിക്ക് ഇതേ പറയാനുള്ള കേസ്. നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരോടെങ്കിലും ഇങ്ങനെ വളർന്നു വരരുത്. ഇങ്ങനെ അല്ലടാ, ഇത് പയ്യെ സമയമൊക്കെ എടുത്ത് വളർന്ന് പയ്യെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റയടിക്ക് ഫെയിം കിട്ടുന്നത് ഭയങ്കര സീനാടാ, അത് ഭയങ്കര പ്രശ്നമാണ്. പയ്യെ നമ്മൾ സമയം എടുത്ത് ഗ്രാജുവലി വളർന്നു വരുന്നതാണ് ഏറ്റവും നല്ലത്, മനസ്സിലായ? എന്റെ ഒക്കെ അയ്യോ, അത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഈ ഗെയിമിന്റെ ഇത് മിസ് ഔട്ട് ചെയ്ത് കേട്ടാ. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ഗെയിം അല്ലല്ല, അല്ലല്ലടാ, ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇപ്പോഴാ കാണണം. ഒരു സെക്കൻഡ് ഗൈസ്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കമന്റ് ഒന്ന് എടുത്തോട്ടെ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ ഗെയിം കാണിച്ചു തരാം നിങ്ങളെ. ഇത് എന്ന് റിലീസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞാ മതി ഗൈസ്. ഇതാണ് സാധനം. അല്ലല്ല ഗൈസ്, ഇത് കണ്ടോണേ, ഈ ഗെയിം കണ്ടോണേ നിങ്ങള്. ഫിഫി മെമ്പർഷിപ്പ്, ഫിഫി താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് കണ്ടോണേ, ഇത് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. Millions of souls fall into the underworld every day. ക്യാരക്ടർ നോക്കിക്കോണേ. You're no different. My lord, he's here. I bid you walk the mortal world once more. Fallen leaves return to their roots. You shall gather the souls that stray. നോക്കടാ, ചൈനീസ് ഗെയിംസ് ചൈനീസ് മിത്തോളജിയാ. ഈ ഒരു 2025 ചൈനീസ് ഗെയിംസ് നോക്കിയോ. Watched over this city for ages, and every name in your scroll of death. Not one of them lies quiet. You, a soulless husk. You can judge my fate. We wrestle rogues,
when the artifacts can do what brute strength cannot. ഇതില് സത്യം ബോസ് അത് കണ്ടോ അത് കണ്ടോ ഫ്രെയിം ആ ട്രാൻസിഷൻ നോക്കിക്കോണേ. What? Soulless husk. The living cast their dead to flame, and sacrifice ignites the war banners! Here we go again. If you know not life, how can you know death? Sword of Legends. ഏതാ എടാ ഇങ്ങനൊരു ഗെയിം ഇറങ്ങാൻ പോണ ഞാൻ സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത് കേട്ടാ ഈ സാധനം. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. വെറുതെ ചേട്ടാ വേറെ ഒന്നുണ്ട് ചേട്ടാ, ഇത് അടിച്ചു. ഓക്കെ, സോ ഇത് ഫാന്റം ബ്ലേഡ് 0 സോൺ ഓഫ് ലെജൻഡ്സ് പ്രീ ബുക്കിംഗ് വല്ലതും വന്നെങ്കിൽ ഇപ്പൊ മേടിക്കും, ഇന്ന് മേടിക്കും. ഇല്ലടാ വന്നിട്ടില്ല. വൺ പീസ്. ഇത് വൺ പീസ് ആണോ? ഫാന്റം ബ്ലേഡ് ഫാന്റം ബ്ലേഡ് 0 പുതിയൊരു ഗെയിമാണ്. ഫാന്റം ബ്ലേഡ് 0 ഇതാണോ? ഫാന്റം ബ്ലേഡ് 0 2 വർഷം മുമ്പത്തെ അല്ലേ ഇത്? അല്ലല്ല, ഗെയിം ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഇല്ല. ഗെയിം ട്രെയിലർ ഇതാണോ സാധനം? അതിന്റെ താഴത്തെ ഏതെങ്കിലും കുഴപ്പം, അത് ഗെയിം പ്ലേ ട്രെയിലർ താഴത്തെ മറ്റേ IGN-ന്റെ ഗെയിം പ്ലേ. ഇതോ Do I have left? 42 or 41? The face of this is here! Don't go up there. Turn back before it's too late. ഇത് പ്ലേസ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ആയിരിക്കൂലേ മിക്കവാറും? 26 ഇത് കുറച്ചു പറഞ്ഞാണ്. 13 ഇത് ഇറങ്ങിയോ? ഇല്ല ഇത് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോകുന്നത് ഇതാണ്, ഈ മാസം ഇറങ്ങാൻ പോകുന്നത്. കേട്ടാ A place of joy where every day This is an open world, Eagle. You grew up without parents.
But hey, you had company. All those loving neighbors. Adorable little friends. ചന്തിക്ക് ചന്തിക്ക് മേടിച്ച് ചാവാനൊന്നും വയ്യ എനിക്ക് ലൈവില്. ഇത് നീ வந்து പാക്കത് ഫാൻ പാക്കறது ഫാൻ ആണ്. Your sword master. ഇത് കുറച്ച് ഗ്രാഫിക്സ് കുറച്ച് കുറവല്ലേ? അതാണ്ടാ ഇത് ഫാൻ ആർട്ട്. But it's time to chase your dreams out there. ഇത് ഫാൻ ആർട്ടാണോ? ഇത് ഒഫീഷ്യൽ അല്ലേ? ആഹാ കുറച്ച് ಇನ್ನೊಂದು വേറെ ഒരു വീഡിയോ ഇരിക്കും ബാര. Welcome to Kaifeng. Total madness, and you'll love every minute of it. Streets humming with crowds. Serene palaces towering above. And thousands of people with their own stories to tell. Enjoy rousing live performances. Street fights that'll get your heart racing. Wall stride. Slip out of anything. എന്തായാലും നോക്കാം. എനിക്ക് പക്ഷെ ഇതില് 3 എണ്ണത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചല്ലേ. ഇല്ല, തെക്ക് ഐലൻഡ് കൂടെ നോക്കിയാണ്. അത് മലയാളി ഡെവലപ്പേഴ്സ്. മലയാളി ഡെവലപ്പറോ? തെക്കു ഐലൻഡ്. മലയാളി ഡെവലപ്പറോ? മെയ്ഡ് ഇൻ അൺറിയൽ എഞ്ചിൻ 5. താങ്ക്സ് കൂടെ നിന്നവർക്ക് നന്ദി. In association with Red Whale. ഇല്ല, ഈ പുള്ളിയാണ് ടീം. നമ്മുടെ കേരളത്തിൽ ഒരാളത് ചെയ്തിട്ട് നമ്മളത് ചെയ്യാതിരിക്കണം ശരിയല്ലല്ലോ. ലെറ്റ്സ് ഗോ. സത്യം. തെക്ക് ഐലൻഡാ പ്രീ ബുക്കിംഗ് ഉണ്ടോ? ഇപ്പൊ ബുക്ക് ചെയ്യും നമ്മള്. ഗൈസ് സത്യല്ലേ, കേരളത്തിൽ നിന്നൊക്കെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഗൈസ് കുറച്ച് പേര് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ടീം.